അക്രമ പരമ്പരകൾ തുടരുകയാണ്. ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചു, കുറേയേറെ പേർക്ക് പരിക്കേറ്റു. അതോടൊപ്പം തന്നെ അമേരിക്ക യമനിലും ആക്രമണം നടത്തി, ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തി, അതിലും നിരവധി പേർ മരിക്കുകയുണ്ടായി. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അതായത് ഈസ്റ്റർ ദിനത്തിൽ ലോകത്തിന്റെ 3 ഭാഗങ്ങളിലായിട്ട് നടക്കുന്ന യുദ്ധത്തിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒന്ന്, ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ ആക്രമണം. 2, യമനിൽ നടക്കുന്ന ഹൂതികൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണം. ഇതിൽ രണ്ടിലുമാണ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഗാസയിൽ 72 പേര് 92 പേര് കൊല്ലപ്പെടുകയും 219 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യമനിൽ 72 പേര് മരിക്കുകയും 140ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 മേഖലയിലാണ് യുദ്ധം നടക്കുന്നത്. ബാക്കി ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധം, പാലസ്തീനുമായിട്ടുള്ള യുദ്ധമാണ് നിലവിൽ, ആക്രമണമാണ് അവിടെ നടക്കുന്നത്. മറ്റേ ലെബനനിലോ സിറിയയിലോ ഒക്കെയുള്ള ആക്രമണങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു ശമനം വന്നിട്ടുണ്ട്, താൽക്കാലികമായെങ്കിലും. പക്ഷേ ഗാസയിലെ യുദ്ധം എന്തുകൊണ്ടാണ് ഗാസയിൽ ആക്രമണം നടക്കുന്നത് എന്നുള്ളത്, അതായത് 15 ദിവസത്തെ വെടിനിർത്തലുണ്ടായി. ഒരു കാരണവശാലും ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിൽ ഹമാസ് എടുക്കുന്ന നിലപാടാണ്, വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടാണ് അവർക്ക്. ആ നിലപാട് കൊണ്ടാണ് വീണ്ടും ആക്രമണം നടത്തേണ്ടി വരുന്നത്. നിരവധി ബന്ദികളെ ഇസ്രായേൽ മോചിപ്പിച്ചു. ബന്ദികളല്ല, തടവുകാരെ, പാലസ്തീനിലെ തടവുകാരെ ഇസ്രായേലിൻ്റെ പക്കലുണ്ടായിരുന്നവരെ മോചിപ്പിക്കുന്നു. ഒരുപാട് ഹമാസിന്റെ പ്രവർത്തകരുണ്ട് അതിൽ, അവരെ അടക്കം ഇസ്രായേൽ മോചിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? തങ്ങളുടെ ജനത, അവരുടെ ഇപ്പോഴും ഈ പറയുന്ന ഹമാസിന്റെ കയ്യിലുള്ള പിടിയിലുള്ള ബന്ദികളാക്കപ്പെട്ട മനുഷ്യരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം മോചിപ്പിച്ചതും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും. പക്ഷേ ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ഒരു കരാറുണ്ടായിരുന്നു. അതായത് ഈ കരാർ പ്രകാരം ഇസ്രായേൽ ഈ ബന്ദികളാക്കിയ ആൾക്കാരെ, പാലസ്തീൻ ബന്ദികളാക്കിയ ആൾക്കാരെ, ഹമാസ് ബന്ദികളാക്കിയ ആൾക്കാരെ ഇസ്രായേലുകാരെ വിട്ടയക്കണമെന്നുള്ളത്. ഒരു ഘട്ടം വിട്ടയച്ചു. പിന്നെ അങ്ങോട്ട് ഹമാസ് ആ നിലപാടില്ല. ഹമാസ് പിന്നെ ബന്ദികളെ വിട്ടയക്കുന്നില്ല. ഇത് വന്നതോടുകൂടി ഇസ്രായേലിന് വീണ്ടും ആക്രമണം ആരംഭിക്കേണ്ടി വന്നു. കാരണം ഹമാസ് ഈ അവസരം മുതലെടുത്തുകൊണ്ട് കൂടുതൽ തുരങ്കങ്ങൾ തുറക്കുകയും ആയുധങ്ങൾ കോപ്പുകൂട്ടുകയും ആക്രമണത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് എന്താ, മൊസാദ് പൊട്ടന്മാരാണോ? അവന്മാർക്ക് കൃത്യമായിട്ട് വിവരം കിട്ടില്ലേ? ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി വിട്ടാൽ ഹമാസ് അടുത്ത ആക്രമണം നടത്തും എന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് ഇസ്രായേലിന് കിട്ടിയതിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ആക്രമണം നടത്തിയത്. അനിവാര്യമായ ആക്രമണമാണ് അവിടെ ഉണ്ടായത്. കാരണം ഇല്ലാതെ ഈ പ്രശ്നത്തിലൊരു പരിഹാരം കണ്ടെത്താതെ, ഈ പറയുന്ന ബന്ദികളെ മോചിപ്പിക്കാതെ, നമുക്കറിയാലോ ഇസ്രായേൽ ഗാസ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങിയത് ഒരു ആവശ്യവുമില്ലാതെയാണ്. കാരണം ഒരു സുപ്രഭാതത്തിൽ കുറെ ഇസ്രായേലിൽ 1200 ഇസ്രായേലികളെ കൊല്ലപ്പെടുത്തിക്കൊണ്ട്, കൊന്നു തള്ളിക്കൊണ്ട് ഹമാസ് നടത്തിയ ഏറ്റവും നീചമായ ആക്രമണത്തിന്റെ, എത്ര കുഞ്ഞുങ്ങളാണ്, എത്രയധികം എന്തെല്ലാം സ്ത്രീകൾ ഉൾപ്പെടെ എത്ര പേരാണ് അതിന്റെ ദുരിതം അനുഭവിച്ചത്? 1200ഓളം പരിക്കേറ്റവരുണ്ട്, നിരവധി പേരുണ്ട്. 1200ഓളം പേരെയാണ് കൊല്ലപ്പെടുത്തിയത്. കൊലപ്പെടുത്തിയത് മാത്രമല്ല, ഈ 200ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്തു. എന്നിട്ട് വിലപേശുകയാണ്. ഹമാസ് ഒരു സ്ഥലത്ത് ഹ്യൂമൻ ഷീൽഡ് വെച്ചുകൊണ്ട് ആൾക്കാരെ രക്ഷാകവചമായി മുന്നിൽ നിർത്തിക്കൊണ്ട് ആക്രമണം നടത്തുക, അതിന്റെ പുറകിൽ നിന്നിട്ടായി മിസൈൽ അടിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഹമാസ് ആൾക്കാരെ യുദ്ധത്തിൽ വൈരാഗ്യത്തോടുകൂടി കൊലപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, പകരം ബന്ദികളാക്കുകയും കൂടെ ചെയ്തു. 200ഓളം ബന്ദികൾ. എന്നിട്ട് വിലപേശുകയാണ്. അതാണ് ഹമാസിന്റെ നിലപാട്. ഒളിച്ചിരുന്ന് ആക്രമിക്കുക, മനുഷ്യരെ പരിചയമാക്കി വെക്കുക, അതോടൊപ്പം തന്നെ ആൾക്കാരെ ബന്ദികളാക്കി വെച്ച് വിലപേശുക. അപ്പോഴാണ് ഇസ്രായേൽ പിള്ളേരെ ഇറങ്ങി അടിയിടാന്ന് പട്ടാളക്കാരോട് പറഞ്ഞത്. അതുവരെയും പാലസ്തീന് നേരെ എത്രയും നാളായിട്ട്, വർഷങ്ങളായി നടന്നു വന്ന സമാധാനപരമായ നീക്കങ്ങൾക്കെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട്, അപ്പൊ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഹമാസ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരവാദമാണ്. പിന്നെ അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ, അയ്യോ പ്രേ ഫോർ ഗാസ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുക. എന്തിനാ? ഒരുത്തൻ മിണ്ടാതെ പോകുന്ന ഒരുത്തനെ പ്രകോപിപ്പിക്കുകയാണ്. ഒരടി കൊടുക്കുന്നു, അവൻ തിരിച്ച് നല്ല ശേഷികളുണ്ടായിരുന്നു, 4 അടി തിരിച്ചു കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അയ്യോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നേ, ഞാൻ പ്രേ ഫോർ ഗാസ, ലോകമേ ഞങ്ങൾ പട്ടിണി കിടക്കുകയാണ്. ഇപ്പോൾ ഗാസയിലേക്കുള്ള സപ്ലൈ ഇല്ല എന്നുള്ളതാണ്. അതായത് ഫുഡും കാര്യങ്ങളും മരുന്നുകളും ഒക്കെ എത്തുന്ന സപ്ലൈ ഇല്ല എന്നുള്ള അവസ്ഥയാണ്. എങ്ങനെയാ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ പറയുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സപ്ലൈയിലെ കൂടെ ഇവർ ആയുധങ്ങൾ കടത്തുകയാണ്. ഈ ആയുധം അവിടെ കൊണ്ടു, കാരണം ഈ ഗാസയെ മൊത്തം വളഞ്ഞിരിക്കുക ഇസ്രായേലിന് ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണല്ലോ. എന്നാൽ ഇവർക്ക് കടൽ മാർഗമൊക്കെയാണ് ആയുധം, തുരങ്കങ്ങൾ വഴിയൊക്കെയാണ്
ഇവർ ആക്രമണ ടണലുകൾ കിലോമീറ്ററുകൾ, ആ ഗാസ എന്ന് പറയുന്ന ആ ഇടുങ്ങിയ നഗരം മുഴുവൻ ടണലുകളാണ് മണ്ണിനടിയിൽ. അതിൽ കൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നതും ഹമാസ് സഞ്ചരിക്കുന്നതും ആയുധം കടത്തുന്നതും ആക്രമിക്കുന്നതും എല്ലാം. നിരന്തരമായ ഇത്തരം പ്രവർത്തനം ഹമാസ് നടത്തുന്നതുകൊണ്ടാണ് ഇസ്രായേലിന് യുദ്ധം തുടരേണ്ടി വരുന്നതും നിരന്തരമായി ആക്രമിക്കേണ്ടി വരുന്നതും പല ഹോസ്പിറ്റലുകളിൽ അടക്കം ആക്രമിക്കേണ്ടി വരും. ഇപ്പം നോക്കൂ, തൊട്ടടുത്ത് യമനിലും ഇതേ അവസ്ഥയാണ്. യമനിൽ എന്താ, ഹൂതികൾ അമേരിക്കയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു, വലിയ രീതിയിൽ അവരുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. നിവർത്തി ഇടുമ്പോഴത്തേക്കും അമേരിക്ക അടിക്കുകയാണ് നേരെ. കാരണം തീവ്രവാദ പ്രവർത്തനമാണ് ഈ പറയുന്ന ഗാസയിൽ യമനിലും അടക്കം നടക്കുന്നത്. ഇതിനെ വളർത്താനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മറയാക്കിക്കൊണ്ട് എല്ലാത്തിനെയും പോരാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം മറയാക്കി വെച്ചുകൊണ്ട് ആക്രമണം നിരന്തരമായി ജനാധിപത്യ സംവിധാനങ്ങൾക്ക് നേരെ, ജനങ്ങൾക്ക് നേരെ, സാധാരണ ചരക്ക് നീക്കത്തിന് നേരെ എല്ലാം നിരന്തരമായി ആക്രമണം നടത്തുമ്പോൾ പ്രതിരോധിക്കാതിരിക്കാൻ ലോകത്തിലെ ഒരു രാജ്യത്തിനും കഴിയില്ല. അതിപ്പോൾ നമ്മുടെ നേരെ വന്നാലും ശരി തന്നെ, നമ്മുടെ പാകിസ്ഥാൻ നമ്മുടെ നേരെ വന്നാലും ശരി തന്നെ, നമ്മളത് ആ രീതിയിൽ പ്രതിരോധിച്ച് തന്നെ പോകും. പക്ഷേ ഇന്നൊരു ആശ്വാസമുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, ഈ രണ്ട് സ്ഥലത്തും യുദ്ധം ഈ രീതിയിൽ പുരോഗമിക്കുന്നു, വലിയ രീതിയിൽ നാശനഷ്ടം എത്തിക്കൊണ്ടിരിക്കുന്നു, ആക്രമണങ്ങൾ നടത്തും. ശരിയാണ്, നമുക്ക് ആൾക്കാർ മരിക്കുന്നതിൽ ദുഃഖമുണ്ട്. പക്ഷേ അനീതി കാണിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന യുദ്ധത്തിന് സാഹചര്യം ഒരുക്കുന്നത് ആര് എന്നുള്ളൊരു ചോദ്യവും കൂടെ ഉണ്ട്. ഇനി രണ്ടാമത് മറ്റൊരിടത്തേക്ക് നോക്കുകയാണെങ്കിൽ അത് യൂറോപ്പിലേക്കാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം. ഈസ്റ്റർ പ്രമാണിച്ച് പുടിൻ ഏകപക്ഷീയമായ ഒരു സീസ്ഫയർ ആയിരിക്കുക, ഇന്നത്തേക്ക് യുദ്ധം വേണ്ട. ഒരു ഏകാധിപതിയുടെ എല്ലാ സ്വഭാവവും പുടിൻ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് യുദ്ധം വേണ്ട എന്ന് പുടിൻ പ്രഖ്യാപിച്ചു. സെലൻസ്കി അതിനെപ്പറ്റി, ഉക്രൈനോ അതിനെപ്പറ്റി പ്രതികരിച്ചിട്ടൊന്നുമില്ല. കാരണം ഒരു മിണ്ടാതിരുന്ന രാജ്യത്തിന് നേരെ ഈ പറയുന്ന ഹമാസ് കാണിച്ച അതേ പരിപാടിയാണ് റഷ്യ ഉക്രൈന് നേരെ കാണിച്ചത്. വെറുതെ ഇരുന്ന ഒരു ജനതയ്ക്ക് നേരെ ഇത് ഞങ്ങളുടെ രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചെടുക്കാൻ ചെന്നാൽ നടക്കില്ല. സോവിയറ്റ് യൂണിയനെ പുനഃസൃഷ്ടിക്കണമെന്നും സാമ്രാജ്യവാദിയായിരിക്കണമെന്നും ആ സാമ്രാജ്യം തനിക്ക് ഭരിക്കണമെന്നുമുള്ള പുടിൻ്റെ അതിമോഹം കൊണ്ടുണ്ടായ ഒരു യുദ്ധമാണ്. പുടിൻ വിചാരിച്ചൊരു 100 ദിവസം കൊണ്ടില്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ഉക്രൈനെ തകർക്കാമെന്ന് വിചാരിച്ചു. നടന്നില്ല. കനത്ത തിരിച്ചടി, പ്രതിരോധം, ചെറുത്തുനിൽപ്പ്. ഉക്രൈൻ ആ രീതിയിൽ പിടിച്ചു നിൽക്കുമ്പോൾ റഷ്യക്ക് തിരിച്ച് എങ്ങനെ ആക്രമിച്ച് തോൽപ്പിക്കണോ അതോ യുദ്ധം അവസാനിപ്പിക്കണോ, ഒരു ഡെലമയിലേക്ക് റഷ്യയെ കൊണ്ടുവരാനായിട്ട് ഉക്രൈന് കഴിഞ്ഞു എന്ന് പറയുന്ന വലിയ ഒരു യാഥാർത്ഥ്യമാണ്. പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ ഉക്രൈന് വേണ്ടിയിട്ട് നിന്നു. അമേരിക്കയുടെ പിന്തുണ. ഇപ്പോൾ ട്രംപ് വരുമ്പോഴാണ് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പക്ഷെ അമേരിക്കയുടെ പ്രഖ്യാപിത നയമായിരുന്നു ഉക്രൈന് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളത്. ഇത്തരത്തിലാണ് ലോകത്തെ മുഴുവൻ യുദ്ധത്തിൻ്റെ നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഈസ്റ്റർ ദിനത്തിൽ തന്നെ ഈ 2 സ്ഥലത്ത് വലിയ മരണമുണ്ടായിരിക്കുന്നു, നാശനഷ്ടങ്ങളുണ്ടായിരിക്കുന്നു, ആൾക്കാർക്ക് പരിക്കേറ്റിരിക്കുന്നു. എന്നാൽ ഒരിടത്ത് ചെറിയൊരു ആശ്വാസത്തിൻ്റെ വാർത്ത, സീസ്ഫയർ പ്രഖ്യാപിച്ചു, ഏകപക്ഷീയമെങ്കിലും. ഇതാണ് ഈ ലോകത്തിൻ്റെ ഇന്നത്തെ യുദ്ധരംഗത്തെ വിശേഷം.